അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിൽ JC റെസിഡൻസിയിലാണുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസും വൈബൊക്കെ ഉള്ളൊരു റിസോർട്ടാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു കുഞ്ഞൊരു ഷോപ്പാണ്. അതൊരു ഹാൻഡ് മെയ്ഡ് ബാഗ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു ഷോപ്പാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി നോക്കാം. നമുക്ക് ഇത് കൊടൈക്കനാലിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണിത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതായത് സൈഡിലൊക്കെ ഫ്ലവറൊക്കെ ചെടികളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് റൂംസ് ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ എൻ്റർ ചെയ്താൽ കുറച്ച് റൂംസ് കാണാം. പിന്നെ ട്രാവൽ ഡെസ്ക് ഉണ്ട്, ഇൻഡോർ ഗെയിംസ്, കോൺഫറൻസ് ഹാള്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അതിവിടെ റെസ്റ്റോറൻ്റാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ റൂംസൊക്കെ വരുന്നത്. ഇനി അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ കുറച്ച് സിറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ബുഫേ ആയിരുന്നു കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും രാത്രി ഡിന്നറും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബുഫേ ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്പേസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ബുഫേ ഇവിടെ നിന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അല്ലാത്ത ഫുഡ് വേണമെങ്കിലും ഉച്ചക്ക് നമുക്ക് ഫുഡ് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ 2 days ആണ് ഇവിടെ സ്റ്റേ ചെയ്തത്. 2 daysഉം നമുക്ക് ഡിഫറെൻറ്റ് ഫുഡായിരുന്നു കിട്ടിയത്. ഇനി നമുക്ക് റൂമിലേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം വരുന്നത്. നമ്മൾ 2 day 2 ഡിഫറെൻറ്റ് റൂമാണ് എടുത്തത്. കാരണം ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. നല്ല നീറ്റായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളൊരു റൂമാണ്. നമുക്ക് TV സൗകര്യങ്ങളും കെറ്റിൽ ഐറ്റംസും എല്ലാതും ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വലിയ മൗണ്ടൻ വ്യൂ, അങ്ങനത്തെ വ്യൂ കുറവായിരുന്നു. കാരണം ഇതൊരു കൊടൈക്കനാലിൻ്റെ സെൻറ്റർ സിറ്റിയിൽ തന്നെ ആയിരുന്നു. ഒരുപാട് ഉള്ളേരിയയിലേക്കൊന്നും പോയിട്ടുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വ്യൂ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കിഡ്സിനാണെങ്കിലും പ്ലേ ഏരിയ ഉള്ളിലും ഉണ്ട്, പുറത്തും ഉണ്ട് പ്ലേ ഏരിയ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉള്ളിലുള്ള പ്ലേ ഏരിയ വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസാണ് കേട്ടോ. എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ എല്ലാ ഗെയിംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയവർക്കും കളിക്കാം, കുട്ടികൾക്കും കളിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നത്. അപ്പോൾ കുറേ നേരം അവരെ കുട്ടികളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇത് പുറത്തൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ കാണുന്നത് നമുക്ക് രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരിക്കും.
ഇതുപോലെ കുറച്ചൊരു താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളെ ക്യാമ്പ് ഫയർ വരുന്നത്. നമുക്കിവിടെ പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാനുള്ളൊക്കെ ഒരു സ്റ്റേജ് പോലെ ഒരു റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെയാണ് നമ്മളെ ക്യാമ്പ് ഫയർ വരുന്നത്. നൈറ്റിൽ നമുക്ക് ഇവിടെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാം. പിന്നെ ഇതാണ് നമ്മൾ കുട്ടികളുടെ ചിൽഡ്രൻസ് ഓപ്പൺ പാർക്കായിട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ്. ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ റൗണ്ടിൽ ഉള്ളൊരു സ്പേസാണത്. അടുത്ത് കേറിക്കോ. ഇവിടെ അതൊരു ബോർഡുണ്ട്, പ്ലാൻസ് ഫോർ സെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. നമ്മൾ രാവിലെ വന്നപ്പോൾ അത് ഓപ്പൺ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി വെറൈറ്റി കളറിൽ ഫ്ലവറുകൾ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ 2 days നിന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് പിന്നെ വരാൻ നേരത്താണ് സെക്കൻഡ് ഡേ റൂം ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂം വേറെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ റൂമാണിത്, സെക്കൻഡ് റൂമാണിത്. ഇതും ഏകദേശം സെയിം ഇൻറ്റീരിയറും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇപ്പോൾ സമയം നൈറ്റായി. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ടൈമായി. അപ്പോൾ അത് അവിടെ ആൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് എൻജോയ് ചെയ്യാം. बैल जैसे धूल उड़ा के सींग उठा के तुम भी नाचो, बाजे ठमके ताल ढोल बेटा राजू उड़ के नाचो, हीरो से भी तेज कोई कर सके जो बेद नाचो, अस्तबल में घोड़े जैसे भाग डोर छोड़ नाचो, मिट्टी जो तो रोट मोटा मिर्च खा के ऐसे नाचो, हाँ जा छोरे हाँ जा गोरे हाँ जा छोरे नाचो 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 वीरे नाचो 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 यार नाचो 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 कच्ची कैरी जैसा कपड़ा नाचो 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 बिच्छू काटा लागे ऐसा नाचो
I've had enough of this nonsense. You two, out! No, Jake, I've had enough of your bullying. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചിൽഡ്രൻസ് പാർക്കിൽ കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലും കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയും കുറച്ച് റൂംസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ഉറങ്ങി നീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കോൺഫ്ലെക്സും ചോക്കോ ഫ്ലെക്സ്, ബ്രെഡ്, ജാമ്, ടോസ്റ്റഡ് ബ്രെഡ്, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട് ഇവിടെ. വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, കുറച്ച് വീഡിയോ മിസ്സായിട്ടുണ്ട്. പിന്നെ വാനില മിൽക്ക് ഷേക്ക് ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ കേസരി, ബേക്ക്ഡ് ബീൻസ്, പീനട്ട്സ്, ഇറ്റാലിയൻ ഗ്രിൽഡ് പൊട്ടാറ്റോസ്, മസാല ബ്രെഡ്, റവ ഉപ്മ, പിന്നെ അപ്പുറത്ത് ഗോബി പൊറോട്ട ഉണ്ട്. പിന്നെ തൈര്, പിന്നെ ഒരുപാട് ചട്നികളുണ്ട്. ടൊമാറ്റോ ചട്നി ഉണ്ട്, അതുപോലെ കോക്കനട്ട് ചട്നി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചട്നികൾ, 4 വെറൈറ്റി ചട്നികൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പൊങ്കൽ വെച്ചിട്ടുണ്ട്, സാമ്പാർ, പിന്നെ ഇപ്പുറത്ത് ടീ, കോഫി. പിന്നെ ഇതിനൊക്കെ പുറമെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ, ഓംലെറ്റ്, ബുൾസൈ ഒക്കെ നമ്മൾ അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി തരും. പിന്നെ ഇതവിടെ അമേരിക്കൻ പാൻ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. എനിക്ക് കണ്ടത് മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് വേറെ അതുപോലെ ദോശകളും പല വെറൈറ്റി ടൈപ്സ് ദോശകളൊക്കെ അവർ അവിടെ വേറെ മെനു ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് തന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ എല്ലാം അടിപൊളിയായി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തിറങ്ങി കുറച്ച് നേരം കുട്ടികളായിട്ട് കളിച്ചു. സിബ്ലൈൻ ഉണ്ടായിരുന്നു അവിടെ, കുട്ടികൾക്കുള്ള സിബ്ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ വലിയവർക്ക് ഇതുപോലെ വണ്ടികൾ റൈഡ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് അതിന് ശേഷം ഞങ്ങൾ വ്യൂ പോയിൻറ്റിലെത്തി. ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെന്നപ്പോൾ വ്യൂ പോയിൻറ്റിലൊക്കെ നല്ല കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു അടിപൊളി ക്ലൈമറ്റായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു.
ചേട്ടാ പക്കം പോയിണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.